ഒരു സഹോദരൻ ഉംറക്ക് പോയി. ഉണ്ടായൊരു സംഭവമാണ്. ഒരു സഹോദരൻ ഉംറക്ക് പോയി. എന്നിട്ട് അദ്ദേഹം തവാഫ് ചെയ്ത് സഅയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 6 റൗണ്ട് പൂർത്തിയായി സൊഫയിലെത്തി. അപ്പോൾ സൊഫയിലെത്തിയപ്പോൾ കൂടെയുള്ള ആൾ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെ ഉള്ളത്? മൂപ്പർ പറഞ്ഞു, ഞാനിപ്പോൾ 6 പൂർത്തിയായി സൊഫയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, അത് മതി, ഇങ്ങോട്ട് പോരുന്നാണ്. ആലോചിച്ച് നോക്കണം. അത് മതി, ഇങ്ങോട്ട് പോരുന്ന് പറഞ്ഞു. സൊഫയിലെത്തി. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് എളുപ്പത്തിൽ പുറത്തേക്ക് കിടക്കണമെങ്കിൽ തന്നെ മറുവൻ്റെ അവിടെ പോയിട്ടാണ് പുറത്ത് കിടക്കുന്ന സ്ഥലം. ഇനിയിപ്പോൾ പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരാൾക്ക് എളുപ്പം ഏതാ? മറുവൻ്റെ അവിടെ പോവുക, അത് പൂർത്തിയാക്കിയിട്ട് അതിലങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ ഈ കൂടുള്ള ആള് പറഞ്ഞു, അത് കുഴപ്പമില്ല, പോരെന്ന് പറഞ്ഞു. എന്ത് കുഴപ്പമില്ലാതെ ഉദ്ദേശം അല്ലാഹുവാലോ. അങ്ങനെ ഇയാൾ പോയി. മറുവയ്ക്ക് നടക്കാതെ ഈ സൊഫയിൽ നിന്ന് വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് സഅയ് അവസാനിപ്പിച്ചിട്ട് മൂപ്പര് പോയി. മൂപ്പര് തിരിച്ച് കുവൈത്തിലെത്തിയിട്ട് മൂപ്പര് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഉംറ ശരിയാണോ? ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ചില ഹുക്കുമുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഒന്ന്, അയാൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായിട്ടില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അയാൾ ഇപ്പോഴും ഇഹ്റാമിലാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ സഅയ് പൂർത്തിയാക്കിയിട്ട് അയാൾ മുടി എടുക്കണം. അപ്പോഴേ എന്താവുള്ളൂ? ഇഹ്റാമെന്ന് തഹല്ലുലാവുള്ളൂ. അപ്പം അയാൾ ഇഹ്റാമെന്ന് തഹല്ലുലാകുന്നില്ല. കാരണം അയാൾ സഅയ് പൂർത്തിയാക്കാതെയാണ് അയാൾ ഇടയിൽ വെച്ചിട്ടാണ് നിർത്തി പോകുന്നത്. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? വസ്ത്രം വരെ മാറ്റി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം, മക്കത്തേക്ക് മടങ്ങിപ്പോകണം, ഉംറ പൂർത്തിയാക്കണം. എളുപ്പമുള്ള കാര്യമാണോ? വേറെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് ഉംറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വിസ കിട്ടണം, ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം, പോകണം, അവിടേക്ക് യാത്ര ചെയ്യണം, എത്ര പ്രയാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം സത്യത്തിൽ നമുക്ക് ദീനിയായ ഒരു കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ ഒന്നാമത് നമ്മളൊരു ഇത് പറയാൻ പാടില്ല. അതൊക്കെ മതി, ഇങ്ങോട്ട് പോരും, അങ്ങനെ എല്ലാ കാര്യത്തിലും അതൊക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴി ചെന്നിട്ട് ചാടും. അവിടുന്ന് ജസ്റ്റ് ഒരു നിസ്സാരമായി അത് പൂർത്തിയാക്കാവുന്നൊരു കാര്യം ഒരു അശ്രദ്ധ കാണിച്ചിട്ട് തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് മാർഗമുണ്ട്. മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ അയാൾ ഇഹ്റാമിൽ അയാൾ എവിടെ പോകണം? പോയിട്ട് അയാളുടെ ഉംറ പൂർത്തിയാക്കണം. അതിനയാൾക്ക് സാധിക്കാത്ത പക്ഷം, ഒന്ന്, നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ എപ്പോഴും നമ്മളെപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണെങ്കിലും ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു കാര്യം കൂടി പറയുക, അത് മറന്നു പോകരുത്. ഫഇൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസ്തനി. അറബി അറിയില്ലെങ്കിൽ മലയാളത്തിൽ ഷർത്ത് വെച്ചാൽ മതി. അതിൻ്റെ അർത്ഥം, എനിക്ക് ഈ കർമ്മം നിർവഹിക്കുന്നതിൽ വല്ല തടസ്സവും നേരിട്ടാൽ ആ നേരിടുന്നിടത്ത് വെച്ച് ഞാൻ തഹല്ലുലാകും, ഞാൻ ഇഹ്റാം ഒന്ന് തഹല്ലുലാകും. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു മാർഗ്ഗമാണ്. നമുക്കൊരു മാർഗ്ഗം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് അതായത് എന്തെങ്കിലും തഹല്ലുലാകാൻ, അതായത് കർമ്മം പൂർത്തിയാക്കി തഹല്ലുലാകാൻ എന്ത് തടസ്സം നേരിട്ടാലും അയാൾക്ക് ഒരു പ്രശ്നവുമില്ല. അയാൾ ഓട്ടോമാറ്റിക്കലി എന്താവും? തഹല്ലുലാകും, അയാൾക്ക് തിരിച്ചു പോന്നാൽ മതി. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഈ ഷർത്ത് പറയണം. കാരണം എന്താ, ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഉംറക്ക് പോകും, ഹൈദൊന്നും ഉണ്ടാവില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഹൈദ് വരും. ഈ പോയ ആൾക്കാർ ചിലപ്പം അവിടെ 2-3 ദിവസം തങ്ങിയിട്ട് തിരിച്ചു പോരാനുള്ള ആൾക്കാരായിരിക്കും. ഒരാൾക്ക് മാത്രം അവിടെ നിൽക്കാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ ഈ ഷർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മടങ്ങിപ്പോരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സമില്ല. ഉംറ കിട്ടുന്നില്ല എന്നുള്ളൂ, പക്ഷെ മടങ്ങിപ്പോരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സമില്ല. അല്ലെങ്കിൽ പിന്നെ അവരവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് യാത്രയും മറ്റുള്ളതൊക്കെ വെച്ചിട്ട് പിന്നെ എങ്ങനെ അവർ മടങ്ങിപ്പോകും? കുറേ പ്രയാസങ്ങളുണ്ടാവും.
അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പം സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഫൈൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസ്തനി, എനിക്ക് വല്ല തടസ്സവും ഈ കർമ്മം നേരിടാൻ, അല്ല ഈ കർമ്മം പൂർത്തിയാക്കാൻ വല്ല തടസ്സവും നേരിടുകയാണെങ്കിൽ അവിടെ വെച്ച് തഹല്ലുലാകുന്നുള്ള ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് വല്ല തടസ്സവും നേരിട്ടാൽ അയാൾക്ക് പ്രശ്നമല്ല. അതൊന്ന്. ഇനി രണ്ടാമത്തത്, ഒരാള് ഇഹ്റാമിലൊക്കെ പ്രവേശിച്ചിട്ട് പോയി, കർമ്മം പൂർത്തിയായില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ കർമ്മം പൂർത്തിയാക്കാതെ തടസ്സം നേരിട്ടു, അല്ലെങ്കിൽ മടങ്ങിപ്പോരേണ്ടി വന്നു, അല്ലെങ്കിൽ മടങ്ങി പോരുന്നൊരു സാഹചര്യം ഉണ്ടായി, ഈ പറഞ്ഞ പോലെ തിരിച്ചയാൾക്ക് ഈ പോകുക എന്നുള്ളതും ആ രൂപത്തിൽ സാധിക്കുന്നൊരു കാര്യമല്ല. എന്താ ചെയ്യുക? അയാൾ ഒരു ആടിനെ ബലിയറുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും മുടിയെടുക്കുകയും ചെയ്യുക. ഇതാണ് തഹല്ലുൽ. എനിക്ക് തഹല്ലുലാവണ്ടേ, ഇഹ്റാമിലുള്ളത്. അപ്പൊ അയാൾ എന്ത് ചെയ്യുക? ഒരു ആടിനെ ബലിയറുത്ത് അതിന്റെ കഫാറത്ത്, അതായത് കഫാറത്ത് നിർവഹിച്ചിട്ട് ഒരാടിനെ ബലിയറുത്ത് മുടിയെടുത്ത് തഹല്ലുലാവുക. ഇതാണ് അയാൾ ചെയ്യേണ്ടത്. പിന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു കർമ്മ, ഇപ്പൊ പ്രത്യേകിച്ച് ഉംറൊക്കെ നിസാരമായ കർമ്മം. കാരണം എന്താ, ആകെ എന്താ ഉംറയിലുള്ളത്? നമ്മൾ പോകുന്നു, ഇഹ്റാമ് പ്രവേശിക്കുന്നു, മിഖാത്തിൽ വെച്ച് ഇഹ്റാമ് പ്രവേശിക്കുക, എന്നിട്ട് നമ്മൾ പോയിട്ട് തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, കഴിഞ്ഞാൽ മുടിയെടുക്കുന്നു. ബാക്കിയുള്ളൊക്കെ അതിന്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ്. നിർബന്ധമായിട്ടുള്ള എന്താ, നമ്മൾ തവാഫ് 7 ശൗത്ത് പൂർത്തിയാക്കുന്നു, അതേപോലെ തന്നെ സഅയ് 7 തവണ പൂർത്തിയാക്കുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, മുടിയെടുക്കുന്നു, ഖലാസ്. ഇത്ര ലളിതാണ്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. ഒരു പ്രശ്നമില്ല. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ആർക്കും ഒരു കാര്യം അറിയില്ല പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ദീൻ്റെ കാര്യത്തിൽ നമുക്ക് അറിയാത്തൊരു കാര്യം പറയാൻ പാടില്ല. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു സാഹചര്യം നേരിട്ടാൽ എന്ത് ചെയ്യുക? അറവ് അറുത്ത ശേഷം മുടിയെടുത്ത് തഹല്ലുലാവുക. കാരണം തടസ്സത്തിലുള്ളത്. എങ്ങനെ തഹല്ലുലായാലും അയാൾക്ക് ഉംറ കിട്ടുന്നില്ല, അയാൾക്ക് ഉംറ അയാൾ വേറെ നിർവഹിക്കണം. ആ തഹല്ലുലാന്നുള്ള ഹിസാർ എന്ന് അതിന് പറയാം. അതായത് തടസ്സം നേരിട്ടതിന്, അയാൾ ഇഹ്റാമ് പ്രവേശിച്ചാക്ക് തടസ്സം നേരിട്ട പിന്നെ തഹല്ലുലാവണ്ടേ, അതിനുള്ള പ്രതിവിധിയാണ് അയാൾ ഹദി നൽകുക. ഹദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറവ് നടത്തിയിട്ട് മുടിയെടുത്ത് തഹല്ലുലാവുക എന്നുള്ളത്. കാരണം ഇഹ്റാമിൽ, ബാക്കിയുള്ള ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് നിഷിദ്ധമായിട്ട് നിൽക്കല്ലേ, അതാണ് അതിലുള്ളത്. ഇനി അതിന് കഴിയാത്ത ആളാണെങ്കിലോ, ഒരാൾക്ക് സാമ്പത്തികമായിട്ടില്ല, ഇറക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾക്കത് നിർബന്ധമല്ലാതായി മാറും. കാരണം അൽ വാജിബു യസ്ഖുതു ബിൽ അജ്സ്, ഒരാൾക്ക് ചെയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ അത് വാജിബല്ലാതായി മാറും, നിർബന്ധമല്ലാതായി മാറും. അള്ളാഹു ഒരാൾക്കൊരു കാര്യം നിർബന്ധമാക്കി, അയാൾക്കത് ചെയ്യാനുള്ള കഴിവില്ല, എന്താ ചെയ്യുക? നിർബന്ധമല്ലാതായി മാറും. അത്രേ ഉള്ളൂ. അള്ളാഹുവിനെ അയാൾ പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, കുറേ ചെയ്യാൻ സാധിക്കും. അല്ലാഹു തആല അഅലം.